നമസ്കാരം. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയുണ്ട്. അത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മലയാളി മാധ്യമങ്ങളെല്ലാം പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തെ കുറിച്ചാണ് വാർത്ത. ജർമ്മനിയിലെ ഹാംബർഗിൽ ഒരു മുസ്ലിം പള്ളി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇമാം അലിയുടെ പേരിലുള്ള ഷിയ പള്ളിയാണത്. ആ പള്ളിയാണ് അടച്ചു പൂട്ടിയത്. ഇതിന് കാരണമായി ജർമ്മൻ സർക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പള്ളിയുടെ തൊട്ടടുത്ത ഒരു സെന്റർ ഉണ്ട്. അതിന് ഇസ്ലാമിക് സെന്റർ എന്ന് അവർ പേരിട്ടിരിക്കുന്നുവെങ്കിലും അതിനുള്ളിൽ നടക്കുന്നത് ഷിയ തീവ്രവാദമാണ് എന്നുള്ളതാണ്. ഷിയ തീവ്രവാദത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തീവ്രവാദം, അതായത് ഇസ്ലാമിക തീവ്രവാദം യൂറോപ്യൻ യൂണിയനിൽ അടക്കം പിടിമുറുക്കിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം നമുക്ക് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടാൽ അത് പുരോഗമനത്തിന് എതിരാകുമെന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു സാരം. ഇമാം അലി പ്രവാചകന്റെ പുത്രി ഫാത്തിമയുടെ ഭർത്താവായിരുന്നു. ഈ അലിയെ പിന്തുടർച്ചാവകാശിയായി പ്രഖ്യാപിക്കണമെന്നുള്ള തർക്കം ഒരു 15-16 നൂറ്റാണ്ട് മുതൽ ആണെന്ന് തോന്നുന്നു, അന്ന് മുതലുണ്ട്. അപ്പോൾ ഒരു 4ാമത്തെ സ്ഥാനക്കാരനായിട്ട് പിന്തുടർച്ചക്കാരനായിട്ട് ഇമാം അലി അവരോധിതനാകുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം, അറിയാവുന്ന ഒരു വിവരം. അപ്പോൾ ആ തർക്കത്തിനിടയിൽ അദ്ദേഹം പിന്തുടർച്ചാവകാശി ആവുകയും ഇവർ തമ്മിലുള്ള വിപ്ലവത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ തുടങ്ങിയ ഈ പരസ്പരമുള്ള പോരടിക്കലാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു അടിത്തറ. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇമാം അലിയുടെ പേരിലുള്ള മോസ്ക്, ആ പള്ളിയുടെ പേരിലാണ് ഇവർ അവിടെ തീവ്രവാദം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നവംബർ മുതൽ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് പുറത്തുവിട്ടിരുന്നു. അത് ആരാണ് പുറത്തുവിട്ടത്? ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന നാൻസി ഫോയ്സറാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അപ്പോൾ അത്ര നാൾ നീണ്ട ഒരു പരിശോധനയ്ക്ക് ഒടുവിലാണ് ഈ പള്ളി അടച്ചുപൂട്ടുന്നത്. ഈ ഒരു പള്ളി മാത്രമല്ല, അവിടെ 4 പള്ളികളാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നത്. ഈ 4 പള്ളികളിലും റെയ്ഡ് നടത്തി അവരുടെ 53 പ്രോപ്പർട്ടികൾ അടക്കം അടച്ചുപൂട്ടി കണ്ടുകെട്ടിയിരിക്കുന്നത്. അപ്പോൾ 2020 ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ ജർമ്മനിയിൽ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനം നിരോധിച്ചതിനു ശേഷം ഇവർ ഒരു പള്ളിയുടെ മറവിൽ ഒരു ഇസ്ലാമിക് സെന്റർ എന്നൊരു ബാനർ വെച്ച്, അല്ലെങ്കിൽ ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഷിയ തീവ്രവാദ പ്രവർത്തനമാണ് എന്നുള്ളത് വ്യക്തമായതോടെയാണ് ജർമ്മൻ സർക്കാർ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് പോലും. അതായത് ഷിയ തീവ്രവാദം വരുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പോൾ ഇറാനിലെ ലിങ്ക് ഹിസ്ബുള്ളയാണ് ഇതിനും നേതൃത്വം നൽകുന്നത്. ഹിസ്ബുള്ളയുടെ തീവ്രവാദമാണ്, ഷിയ തീവ്രവാദമാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഹിസ്ബുള്ള ഇറാൻ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. ആ ഇറാനിലെ ഒരു ലിങ്ക് കൃത്യമായി അവർക്ക് ഒരു ജർമ്മൻ സർക്കാരിന് കൃത്യമായിട്ടൊരു മാർഗരേഖ, ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു മാർഗരേഖ ലഭിച്ചിരുന്നു. ഈ മാർഗരേഖ ലഭിച്ചതിനെ തുടർന്ന്, കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ഇത് അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് മുഴുവൻ ഖമേനെയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായിരുന്നു. അവരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരുന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ യൂറോപ്യൻ യൂണിയൻ തിരഞ്ഞെടുപ്പിലൊക്കെ തീവ്ര വലതുപക്ഷത്തിന് വലിയ തോതിലൊരു വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലേക്കെല്ലാം ഉണ്ടായിരുന്ന നുഴഞ്ഞുകയറ്റം. അതിനെല്ലാം എതിരെയാണ് തീവ്ര വലതുപക്ഷ പ്രവർത്തകരെല്ലാം അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ശ്രമങ്ങളുണ്ട്. അവിടെ വലിയ രീതിയിൽ വലിയ സ്ട്രൈക്കൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അതെല്ലാം മുന്നിൽ കാണുകയും ജനങ്ങൾക്ക് ഭയപ്പാടുണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് കുടിയേറ്റത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിച്ചതും അവർ വിജയിച്ചതുമൊക്കെ. അതിനെ ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.
അതായത് അതിന് പിന്നിലുള്ളത് ഇസ്ലാമിക തീവ്രത അവരുടെ നാട്ടിൽ, അതായത് നമ്മൾ ഇവിടെ പറയുമ്പോൾ പറയും നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാരണം ഉണ്ടാകുന്നത്, ഇസ്ലാമിക തീവ്രത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ പുറംപൂച്ച് കാണിക്കുകയാണ്. ഇടതുപക്ഷമൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത്, വെറും പുറംപൂച്ച് കാണിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്, ഇതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, മതവൈര്യം ഉണ്ടാക്കാൻ പറയുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, രാഷ്ട്രീയ നിരീക്ഷകർ, അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള യൂറോപ്യൻ യൂണിയനിൽ പോലും ഇസ്ലാമിക തീവ്രവാദം കടന്നു കയറിയിരിക്കുന്നു. അവർ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിനെ വേരോടെ പിഴുതെറിയാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളെല്ലാം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചു കാണിക്കുന്നത്. അപ്പോൾ അതിനെ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. 78-ലെ ഇറാൻ വിപ്ലവത്തിന് ശേഷമാണ് ഇറാനിൽ സമ്പൂർണമായ ഒരു ഷിയാ ഭരണം നിലവിൽ വരുന്നത്. തുടർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സമ്പൂർണമായും മതപരമായ ചട്ടക്കൂടിനുള്ളിലേക്ക് അവരെ ഇടിച്ചു കുത്തി നിറയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭരണം ഏർപ്പെടുത്താനാണ്, അതായത് ജർമ്മനിയെയും ബ്രിട്ടനെയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം ഷിയാ ഭരണം ഉൾപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം 51ഓളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ 20ഓളം ഇസ്ലാമിക രാജ്യങ്ങളുമുണ്ട്, അതായത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. സൗദി ഉൾപ്പെടെയുള്ള യമൻ, UAE, ഖത്തർ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ ഉൾപ്പെടെയാണ് അതായത് ഈ രാജ്യങ്ങളെ ഉൾപ്പെടെയാണ് ഷിയാ ഭരണത്തിന് കീഴിൽ ഇസ്ലാമിക തീവ്രവാദം നടത്തി ഷിയാ ഭരണത്തിലേക്ക് മുസ്ലിം ലോകരാഷ്ട്രങ്ങളാക്കി മാറ്റാൻ വേണ്ടി ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വേരാണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. ആ വേരാണ് ജർമ്മൻ സർക്കാർ വേരോടുകൂടി തന്നെ പിഴുതെടുത്ത് കളഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ അടച്ചുപൂട്ടിയിരിക്കുന്നത് 1953-ൽ ഇറാനിലേക്ക് കുടിയേറിയ ആൾക്കാർ തുടങ്ങിയ പള്ളിയാണ്. ഈ പള്ളിയുടെ മറവിൽ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് അവിടെ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. പലപ്പോഴും പല ലോകരാജ്യങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഫണ്ടമെന്റലിസം നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ മലയാളി മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മൂടിവെക്കാനാണ് കൂടുതൽ തിടുക്കം കാണിക്കുന്നത്. എന്തുകൊണ്ടോ അവർക്ക് അത്തരം കാര്യങ്ങളെയൊന്നും അംഗീകരിക്കാനേ കഴിയില്ല. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ പോലും ഇസ്ലാമിക പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക രാജ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതിനുള്ള ലഘുലേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിനെ അധികം ഇവിടെ നിന്ന് ഇസ്ലാമിക തീവ്രവാദികളെ പിടികൂടുകയും അവർ നേതൃത്വം കൊടുക്കുന്ന PFI ഉൾപ്പെടെയുള്ള സംഘടനകളെ നിരോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി മുറവിളി കൂട്ടിയ നാടാണ് നമ്മുടേത്. അപ്പോൾ അവർക്ക് എത്രത്തോളം വേരോട്ടം നമ്മുടെ രാജ്യത്തുണ്ടായി, നമ്മുടെ നാട്ടിലുണ്ടായി എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഒതുക്കത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ സംഘടനയായിട്ട് ഇവർ ഈ ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ PFIയെ പൂട്ടിക്കെട്ടുന്നതിന് മുമ്പ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ട ശേഷം PFIക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചാണ്, അതല്ലാതെ ആ ഒരു മതത്തെക്കുറിച്ചോ ഒന്നുമല്ല. ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ മറ്റു നാടുകളിലും ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവിടെയും ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക ഉൾപ്പെടെയുള്ള നാടുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും അവർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവിടെയും ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം, ഇസ്ലാമിക ഭരണം വരുത്തണം, ഇസ്ലാമിക രാഷ്ട്രമാക്കണം. അങ്ങനെയാണ് അവർ കരുതുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും. അതുപോലെ തന്നെയാണ് ട്രംപ് കുടിയേറ്റക്കാർക്കെതിരെയാണ്, തീർത്തും കുടിയേറ്റം ഇല്ലാതെയാക്കും. ട്രംപ് പറയുന്നത് പോലും ഇസ്ലാമിക തീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ്.
അത്തരം കാര്യങ്ങൾക്കെതിരാണ് ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെയുള്ളവർ നിലകൊള്ളുന്നത്. എന്തായാലും പറഞ്ഞു വന്നത് ജർമ്മനിയിലെ ഈ പള്ളി പൂട്ടിക്കെട്ടിയതിനെ കുറിച്ചാണ്. അവർ സീൽ ചെയ്തത് വെറുതെ ഒരു പള്ളിയല്ല, ഇവർക്കുണ്ടായിരുന്ന 4 പള്ളികളാണ്. 53 പ്രോപ്പർട്ടികളും ഇവർക്കുണ്ടായിരുന്നത് സീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ വിവരങ്ങളെല്ലാം ഇപ്പോൾ മൂടിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇസ്ലാമിക തീവ്രവാദം നടത്തിയതിനാണ് ഹിസ്ബുള്ളയാണ് ആ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഹിസ്ബുള്ളയ്ക്കുള്ള വേര് ഇറാനിൽ നിന്നാണ്. അപ്പോൾ ഇനി അവർക്ക് ഇടയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം വളരെ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ്. മാത്രമല്ല, ഇവർ ഇത്തരത്തിൽ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഏറെ പ്രതിസന്ധിയിലാകുന്നതും മുസ്ലിമുകളാണ്. കാരണം ആ വിഭാഗക്കാർ സ്വസ്ഥമായി പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവർക്കാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവരെ എല്ലാവരെയും കുടിയിറക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഓരോ നാടുകളും സ്വീകരിക്കേണ്ടി വരുമ്പോൾ അവരെയാണ് ഇതൊക്കെ ബാധിക്കുക. തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ സാധാരണ രീതിയിൽ കൃത്യമായ രീതിയിൽ പണിയെടുത്ത് ഒരു രാജ്യത്ത് വന്ന് പണിയെടുത്ത് ജീവിതമാർഗം നയിക്കുന്നവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. നന്ദി.